കുറച്ചൊന്ന് എന്താ പറയാ, ഇന്നിപ്പോ ഞാൻ കിങ്സ്ലിയുടെ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ട്. ഹലോ, ഗുഡ് മോർണിംഗ് ആണ്. ഇവിടെ ഒരു 11:30 ആയിട്ടുണ്ട്. ഞാനൊരു ഹെയർ കട്ടിന് ഇറങ്ങാണ്. ഹെയർ ഒക്കെ ഇങ്ങനെ വല്ലാണ്ട് ഡ്രൈ ആയിട്ട് ചകിരി പോലെ. ബിക്കോസ് ഈ ഭാഗത്തുള്ള ഹെയർ പണ്ട് ഷോർട്ട് ഹെയർ ചെയ്ത സമയത്ത് ബ്ലീച്ച് ചെയ്തിട്ട് ആണ് ഹെയർ കളർ ചെയ്തിരുന്നത്. അങ്ങനെ വളരും തോറും ആ ഹെയറിന്റെ ഒരു ടെക്സ്ചർ വല്ലാണ്ട് മോശമാവുന്നുണ്ടായിരുന്നു. അപ്പം എനിക്ക് ലോങ് ഹെയർ ഇഷ്ടം ആയതുകൊണ്ട് മാത്രം ഞാനിത് വെട്ടാണ്ട് കീപ്പ് ചെയ്താണ്. ബട്ട് ഇന്ന് എനിക്ക് തോന്നി അതിങ്ങനെ ബാക്കിൽ കിടന്നിട്ട് ഒരു സുഖമില്ല, കണ്ടിട്ട് എനിക്കൊരു സമാധാനം ഇല്ല. ഇന്നിപ്പോ ഞാൻ കിങ്സ്ലിയുടെ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ട്. അപ്പൊ ഇന്നൊരു കുട്ടി വ്ളോഗാണ്. 11:30 ഞാൻ അപ്പോയിന്റ്മെന്റ് എടുത്തത്. ആക്ച്വലി കുറച്ച് ലേറ്റ് ആയി പോയി. ആര്യൻകുട്ടന് കുറച്ച് ദിവസമായിട്ട് ഒരു ടൊമാറ്റോ ഫീവർ ഒക്കെ ആയിട്ട് ഇങ്ങനെ ഒരു 1 വീക്ക് ഞങ്ങള് വല്ലാണ്ട് സ്ട്രഗിൾ ചെയ്തു. ഗോപു ഉണ്ടായിരുന്നില്ല. ഗോപു ട്രാവലിംഗ് ആയിരുന്നു, UK ആയിരുന്നു ഷോ ഒക്കെ ആയിട്ട്. സോ 1 വീക്ക് ഞാനും ആര്യൻകുട്ടനും ടൊമാറ്റോ ഫീവറും എല്ലാം കൂടെ എനിക്ക് കുറച്ച് ഹെക്റ്റിക് ആയിരുന്നു. ബിക്കോസ് അവന് ഫുൾ ടൈം ഇപ്പം കുഞ്ഞു പിള്ളേർക്ക് അസുഖം വന്നാൽ അങ്ങനെയാണല്ലോ, അമ്മ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് നമ്മളുടെ അടുത്ത് തന്നെ ആയിരിക്കും. അപ്പം ഞങ്ങൾ രണ്ടുപേരും ഉണ്ടാകുമ്പോൾ എനിക്ക് കുറച്ചും കൂടി ഈസിയാണ്. കുറെ റെസ്പോൺസിബിലിറ്റീസ് ഗോപു ഷെയർ ചെയ്യും. അപ്പം അധികം എനിക്കങ്ങനെ എന്താ പറയാ, ഞാൻ ഭയങ്കരമായിട്ട് സ്ട്രെസ്ഡ് ആവുന്നത് വളരെ കുറവാണ്. പക്ഷെ ഇപ്പൊ ഈ ലാസ്റ്റ് 1 വീക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഭയങ്കര ടയർഡ് ആയി പോയി. നോക്ക്, രാത്രി ഉറക്കമില്ല. ബിക്കോസ് ഈ ടൊമാറ്റോ ഫീവർ വന്നാല് വായിലൊക്കെ ഇങ്ങനെ ബബിൾസ് പോലെ വന്നിട്ട് അവര് ഭയങ്കര വേദനയായിരിക്കുന്നേ കുഞ്ഞുങ്ങൾക്ക്. രാത്രിയാണെങ്കിൽ അവൻ ഫുൾ കരച്ചിലൊക്കെ ആയിരുന്നു. അപ്പൊ ഇന്നിപ്പോ പോട്ടെ, കുറച്ച് കുറവൊക്കെ ഉണ്ട്. ആ നാവിൻ്റെത് മാത്രമേ ബാക്കിയുള്ളൂ പോവാൻ വേണ്ടിയിട്ട്. അപ്പ എത്തിയിട്ടുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ച അപ്പയും മോനും കൂടെ ചില്ല് ചെയ്യട്ടെ. ഞാൻ പോയിട്ട് ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം. ലെറ്റ്സ് ഗോ. എന്തായാലും ഇനിയിപ്പോ ലേറ്റ് ആവണ്ട, നമുക്ക് പോവാം. അയ്യോ, ഞാൻ എന്റെ സൺഗ്ലാസ് എടുക്കാൻ വേണ്ടിട്ട് മറന്നു ഗൈസ്. നല്ല വെയിലുണ്ട് പുറത്ത്. അപ്പൊ നമ്മള് സ്ഥലത്തെത്തി. നമ്മുടെ കാക്കനാട് മൊത്തം മെട്രോന്റെ ജോലി നടക്കുകയാണ്. അതുകൊണ്ട് ഇത്തിരി ബിസിയാണ് റോഡൊക്കെ. അയ്യോ, ഫ്ലോർ മാറിപ്പോയി. ഇതല്ല നമ്മുടെ ഫ്ലോർ, 3rd ഫ്ലോർ ആണ്. എനിക്ക് എപ്പോഴും മാറിപ്പോകും. ഹെയറൊക്കെ ഒന്ന് റെഡിയാക്കി ഒന്ന് ഫ്രഷ് ആവണം. ഇതാണ് കിങ്സ്ലിയുടെ സ്റ്റൈൽ ലോഞ്ച്, കാക്കനാടാണ്. ഇത് എൻ്റെ വീടിന് വളരെ അടുത്തുള്ള ഒരു സലൂണാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഡ്രൈവ് ചെയ്ത് വരാനും ഭയങ്കര എളുപ്പമാണ്. പെട്ടെന്ന് തിരിച്ചു പോവാം. ലാസ്റ്റ് ടൈം വന്നത് നമ്മളൊരു ഹെയർ കളർ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. ഇപ്പോൾ ഹെയർ കട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ. ആദ്യം നമുക്ക് ഒരു ഹെയർ വാഷ് എടുക്കാം. Hello Ramona, I can't shake the simplest feeling. അങ്ങനെ ഹെയർ വാഷ് ഒക്കെ എടുത്തിട്ട് ഞാനിങ്ങനെ അവിടെ ഇരിക്കുമ്പോഴേക്കും കിങ്സ്ലി എത്തി. എപ്പോൾ ഹെയർ കട്ടിന് ചെന്നാലും ആദ്യത്തെ കുറച്ച് നേരം ഞാൻ ചുമ്മാ കളയും. ഹെയർ എത്ര വെച്ച് കട്ട് ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര കൺഫ്യൂഷനാണ്. കുറേ ഷോർട്ട് ചെയ്യണോ അതോ ഇത്തിരി മാത്രം കട്ട് ചെയ്താൽ മതിയോ? അപ്പോൾ ആദ്യത്തെ കുറേ നേരം ഇങ്ങനെ ആലോചിച്ച് ഞാൻ സമയം കളയും. My only hope, I look for the things I don't know. ഇപ്രാവശ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു വേവി ഹെയർ കട്ടാണ്. കുറേ കാലമായിട്ട് എൻ്റെ മുടി നല്ല സ്ട്രെയിറ്റൻ ആയിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. പ്രത്യേകിച്ച് ചേഞ്ചസ് ഒന്നും ഇല്ലായിരുന്നു. അതും അടുത്തുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം പോയി പറഞ്ഞു എനിക്ക് നല്ല വേവി ലുക്കിൽ കിടക്കണ ഹെയർ വേണം. എൻ്റെ ഒരു നോർമൽ ഹെയർ ടെക്സ്ചറും ഇത്തിരി വേവിയാണ്. അപ്പോൾ ഞാനൊരു ബോട്ടോക്സ് ഒക്കെ ചെയ്തിട്ട് ആ ഒരു ഹെയർ ടെക്സ്ചറൊക്കെ മാറി. അപ്പോൾ എനിക്കത് മടുത്ത്, സ്ട്രെയിറ്റൻ ആയിട്ടുള്ളത് എനിക്ക് മടുത്തു. ഇന്ന് എനിക്ക് നല്ല വേവി ലുക്കിലുള്ള ഹെയർ വേണം. Honestly don't, I should be the last to know. We're all in this, I stand alone. പിന്നെ ഫ്രണ്ടിൽ കുറച്ച് ബാങ്ക്സ് ചെയ്തിടാനും ഞാൻ പറഞ്ഞു. കാരണം ഞാൻ മോസ്റ്റ് ഓഫ് ദ ടൈമും ചെയ്യുന്ന ഒരു ഹെയർ സ്റ്റൈൽ എന്ന് വെച്ചാൽ പോണിറ്റെയിലാണ്. എനിക്ക് പെട്ടെന്നൊന്ന് പുറത്ത് പോകുമ്പോൾ ചെയ്യാൻ ഏറ്റവും ഈസി പോണിറ്റെയിലാണ് കേട്ടോ. അപ്പം ഇങ്ങനെ പിടിച്ച് കെട്ടുമ്പം മോശമാവാതിരിക്കാൻ ഏറ്റവും നല്ലത് നല്ല ബാങ്ക്സ് ഒക്കെ കട്ട് ചെയ്ത് ഫ്രണ്ടിൽ ഇടുന്നതാണ്. അപ്പം യെസ്, നമ്മളൊരു ബാങ്ക്സും കൂടി ചെയ്യുന്നുണ്ട്. Hello Ramona, I mistook you. യെസ്, ഫൈനലി നമ്മുടെ ഹെയർ കട്ട് കഴിഞ്ഞു. അപ്പോൾ ഇനിയൊന്ന് ഹെയർ നന്നായിട്ട് ഡ്രൈ ചെയ്താൽ നമ്മുടെ ഫൈനൽ ലുക്ക് നമുക്ക് കാണാം. അപ്പോൾ എന്തായാലും ഇങ്ങനെ പിടിച്ചിട്ടൊക്കെ കാണിക്കുമ്പോൾ എനിക്ക് ശരിക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഐ കാൻറ്റ് വെയിറ്റ്.
I push back the serious feeling, the end's unknown, to get back the life I used to know. We're all in this, I stand alone. Show me where the ending goes. Honest, honestly don't. I should be the last to know. We're all in this, I stand alone. Show me where the ending goes. Honest, honestly don't. I should be the last to know. ഹായ്, ഹെയർ കട്ടൊക്കെ കഴിഞ്ഞു. സമയം ഇപ്പോഴത്തേക്ക് 2:30 ആയിട്ടോ. ഞാൻ ലഞ്ചൊന്നും കഴിച്ചില്ല. വേറെ ഒന്ന് നെയിലും ചെയ്തു. ഇനി നമുക്ക് നേരെ വീട്ടിലേക്ക് ഡ്രൈവ് ചെയ്യാം കേട്ടോ. വീട്ടിൽ പാവം ആര്യൻകുട്ടനും ഗോപും കാത്തിരിക്കുന്നുണ്ടാവും. പുതിയ ഹെയർ കട്ട് എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ടോട്ടലി ഒരു ഫ്രഷ് ഫീലിംഗ് ഉണ്ട്. നിങ്ങൾ പറയോ നിങ്ങൾക്ക് പുതിയ ഹെയർ സ്റ്റൈൽ ഇഷ്ടമായോ എന്ന്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. നെക്സ്റ്റ് വ്ളോഗിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.